ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലിയേറ്റീവ് ഫാമിലി അംഗങ്ങളെ കൂട്ടി നമ്മളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കുറേ നിമിഷങ്ങളായിരുന്നു. നമ്മുടെ പേഷ്യൻസും നമ്മുടെ ഡോക്ടേഴ്സും നമ്മുടെ സിസ്റ്റർമാരും എല്ലാവരും കൂടിയുള്ളൊരു യാത്രയായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിലെ PROയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. വളരെ സന്തോഷത്തോടു കൂടിയുള്ളൊരു യാത്ര. നമ്മൾ എന്താ പറയുക, പേഷ്യൻസിന് ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്തൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലൊരു യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരവരുടെ വേദനകളെല്ലാം മറന്നു പോവുകയാണ്. ഇതിൽ കാണുന്നതിൽ 90% നമ്മുടെ പേഷ്യൻസാണ്. ഒരു 10-15 പേരോളം നമ്മുടെ സ്റ്റാഫുകളുമാണ്. അപ്പോൾ നമ്മൾ കണ്ണൂർ പറശ്ശിനിക്കടവ്, പിന്നെ അതുപോലെ തന്നെ മ്യൂസിയം, കണ്ണൂരുള്ള മ്യൂസിയം, ടിപ്പു സുൽത്താൻ്റെ ഒരു കോട്ട, പാപ്പിനിശ്ശേരി എന്നിവിടങ്ങളിലേക്കായിരുന്നു നമ്മൾ പോയത്. വളരെ മനോഹരമായ ഒരു ട്രിപ്പായിരുന്നു. എല്ലാം മറന്ന് നമ്മൾ ഡാൻസൊക്കെ കളിച്ച് നമ്മൾ ബോട്ടിൽ നമ്മളവിടെ ബോട്ടിങ് നടത്തിയിട്ടുണ്ടായിരുന്നു കടവ്. അപ്പോൾ ആ ബോട്ടിൽ അവർ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ വളരെ മനോഹരമായി കുറേ സമയം പോയതറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ള കുറേ ആളുകളാണ്. അവരൊന്നിച്ചു കൂടി മനോഹരമായ കുറേ നിമിഷങ്ങൾ അതിൻ്റെ കൂടെ നമ്മുടെ എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ ഡോക്ടേഴ്സും നമ്മുടെ സിസ്റ്റർമാരും നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ജീവിതത്തിൽ ഇനി ചിലപ്പോൾ പലർക്കും അടുത്ത കൊല്ലം നമ്മളിങ്ങനെ ടൂർ സംഘടിപ്പിച്ചാൽ ചിലപ്പം വരാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവരെയൊക്കെ കൂട്ടി ഇങ്ങനൊരു യാത്ര പോകാൻ കഴിഞ്ഞത് ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കൂട്ടുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നത് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പം കീമോയും ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല സമയങ്ങൾ വരാനിരിക്കുന്നു. ഇപ്പോൾ കണ്ടോ, കാണുന്ന ഓരോ പേഷ്യൻസും ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു പോയ ആൾക്കാരാണ്. എങ്കിൽ കൂടിയും അവരിപ്പോൾ എത്ര മനോഹരമായിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നോക്കൂ. നിങ്ങൾക്ക് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ക്യാൻസർ അതൊരു അവസ്ഥയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു കുന്നിനൊരിറക്കം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു മോശം സമയം കടന്നുപോയി എന്ന് കൂട്ടി ഇതുപോലെയുള്ള മനോഹരമായ നിമിഷങ്ങൾ ഇനി നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് എന്ന് മനസ്സിലാക്കി സന്തോഷമായി ഇരിക്കാൻ ശ്രമിക്കുക. ഇത്തരം ടൂറുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രദേശത്തും നിങ്ങളുടെ പാലിയേറ്റീവുകാരൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടാവും. ഇവർ പലരും എന്താ പറയുക, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ടൂറിന് പോവാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വളരെ വികാരനിർഭരമായൊരു നിമിഷങ്ങളായിരുന്നു അത്. എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷിച്ച ഒരു നിമിഷമില്ല. കാരണം എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ആ ഒരു നിമിഷം അത് വളരെ മനോഹരമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയും.